അപ്പോൾ ഒന്നാമയും വാഹനപൂജയെല്ലാം കൂടിയിട്ട് നമ്മളതാ നാട്ടിൽ നമ്മളെ വരത്താനം ബസ്, ഞാനൊക്കെ ലൈനിലിറങ്ങിയ ബസ്, ഈ ബസ്സിൽ ഇപ്പം പറഞ്ഞാൽ പൂജേൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കാര പണികളൊക്കെ ആയിട്ട് എത്തിയാണ്. റിയാസ്കയും കൂട്ടും അവിടെ ഉണ്ട്. ബാക്കി ഞാനുള്ള എന്താ പറയുക, എത്രയും നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു. ഇനിയിപ്പം മെല്ലെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി. രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകാനൊക്കെ ഞാൻ വരണം. അത് മെല്ലെ വീട്ടിലേക്ക് വിടട്ടെ. അപ്പോൾ ഏകദേശം 3:30 എണീച്ച് മെല്ലെ സുഹേലിനെ പോയി കൂട്ടണം. സുഹേലിനെയും കൂട്ടിയിട്ട് പോകണം അമ്പലത്തിലേക്ക് പോയി. ഓനാണ് കണ്ടക്ട്, ഞാൻ സാരഥി. ഇപ്പം പറഞ്ഞതിലോട്ട് മെല്ലെ അമ്പലത്തിൽ പോയിട്ട് എന്ത് ചെയ്യണോ, ഓനെയും കൂട്ടിയിട്ട് എന്താ പറയുക പോകണം. ഇതോൻ്റെ കാറാട്ടോ, സുഹേലിൻ്റെ കാറാണ്. ഇപ്പോൾ ഇതെടുത്തിട്ട് വേണം പോയേ. ഇനി അമ്മല്ല വണ്ടീൻ്റെ അകത്തേക്ക് ഒന്ന് കയറട്ടെ. ഇനി മെല്ലെ നമുക്ക് എന്താ പറയുക, സുഹേലിൻ്റെ ഇടയിൽ പോവാം. സുഹേലിനെ കൂട്ടിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവാം, എന്നിട്ട് കാണാം. ഇതാ അപ്പോൾ ഏകദേശം ഇതാ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വണ്ടി ടോട്ടൽ അലങ്കരിച്ച് ഇങ്ങനെ കേട്ടോ. അമ്പലത്തിൻ്റെ മുന്നിൽ നമ്മൾ വന്ന് ജസ്റ്റ് സൈഡാക്കിയപ്പോൾ വണ്ടിയുടെ സൈഡൊക്കെ കാണിച്ചിട്ടാ ഇങ്ങനെ കുറിയൊക്കെ വാരി പൂച്ചിന്ന് കേട്ടോ. ഇതുപോലെ അലങ്കരിച്ച വണ്ടി വേറെ ഉണ്ടാവില്ല. ബാക്കിൽ 2 കരിമ്പുന്നുണ്ട്, വാഴയും പിന്നെ കുരുത്തോല, ചെറിയ കുരുത്തോല, അതിൻ്റെ അപ്പുറം പൂനാരങ്ങയും പച്ചമുളകും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ തൂക്കി നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മളൊന്ന് കളറാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലാകുമ്പോൾ അടയ്ക്കേൻ്റെ നമ്മളെ കവുങ്ങിൻ്റെ പൂക്കൂല, കവുങ്ങിൻ്റെ 2 തരം പച്ച കളറും പിന്നെ ഉണ്ടായി വരുന്ന പൂക്കൂലുണ്ട്, പിന്നെ അതുപോലെ തന്നെ തെങ്ങിൻ പൂക്കൂലുണ്ട്. ഇതാ അമ്പലത്തിൽ നിന്ന് ചാവി തിരുമേനിക്ക് കൊടുക്കണം. എന്നതിന് ശേഷം വേണം വണ്ടീൻ്റെ അടുത്തുനിന്ന് പൂജയൊക്കെ നടത്താൻ. ഇതൊന്ന് ആദ്യം റെസിപ്റ്റൊക്കെ ആക്കണം കേട്ടോ. അപ്പം പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി. പൂജ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഉള്ളിലുള്ള പോൾ ലൈറ്റ് തന്നെ ഓഫായിപ്പോയി. നേരം അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ നൈസായിട്ടൊന്ന് കീറി നോക്കിയിരുന്നു. സംഭവം സ്വിച്ചിൻ്റെ ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ പറഞ്ഞതിനോട് ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു, അത് റെഡിയായി. ഇപ്പോൾ അങ്ങനെ തിരുമേനി ഇപ്പം പറഞ്ഞാൽ ഏകദേശം പൂജയൊക്കെ കഴിഞ്ഞ് തീരാറായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് വാഗ്യാടെത്തിയപ്പം പറഞ്ഞ വാഗ്യാട് ഇപ്പം പറഞ്ഞാൽ ഈ നെല്ലും വയലും ഇതൊക്കെ കണ്ടപ്പോൾ മെല്ലെ നൈസായിട്ട് ഒരു വീഡിയോ എടുത്തതാണ് ബസ്സിൻ്റെ റണ്ണിങ് ഷോട്ട്. അപ്പോൾ ഇങ്ങനെ രാവിലെ തന്നെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ തന്നെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ തന്നെ. അങ്ങനെ റിയാസ്ക വന്നപ്പോൾ തന്നെ ഇപ്പം പറഞ്ഞാൽ ഞാൻ നൈസായിട്ട് സ്ഥലം ഒഴിച്ചു കൊടുത്തു. റിയാസ്ഖാൻ്റെ സ്ഥലം, റിയാസ്ഖാൻ്റെ സ്ഥാനം, അതെപ്പോഴും അത വർത്തനം ഉണ്ടാവും കേട്ടോ.